എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. ഇന്നത്തെ തൊടിയിലെ ചെടി എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ചെറുവിളയെക്കുറിച്ചാണ്. ചെറുവിള നമ്മൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ദശപുഷ്പങ്ങളിലൊന്നാണ്. ചെറുവിള ശിരസിൽ ചൂടിയാൽ ദീർഘായുസ് ആണ് ഫലം. ചെറുവിളയെ ബലിപുഷ്പം എന്നാണ് വിളിക്കാറ്. ബലിക്ക് ഉപയോഗിക്കുന്ന ഒരു സസ്യമാണിത്. ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ കൂടുതൽ കാണപ്പെടുന്ന ഒരു സസ്യമാണിത്. ഇത് 1/2 മീറ്റർ വരെ പൊക്കത്തിൽ ഇത് വളരാറുണ്ട്. ഇതിൻ്റെ ശാസ്ത്രീയ നാമം എർവാ ലെനേറ്റ എന്നാണ്. ഇത് അമരാന്തേസിയെ കുടുംബത്തിൽപ്പെടുന്ന ഒരു സസ്യമാണ്. ടാനിൻ എന്ന ഒരു രാസവസ്തുവാണ് ഇതിൻ്റെ പ്രധാന ഘടകം. ചെറുവിള ഭദ്ര, ഭദ്രിക എന്ന പേരുകളിൽ സംസ്കൃതത്തിൽ അറിയപ്പെടുന്നു. ഇത് ഗർഭാശയ സംബന്ധമായ രോഗങ്ങളിലും മൂത്രസംബന്ധമായ രോഗങ്ങളിലും പ്രയോഗിച്ചു വരുന്നു. പാഷാണഭേദി എന്ന പേരിൽ ഈ സസ്യം പല സ്ഥലത്തും ഉപയോഗിച്ചു വരുന്നുണ്ട്. ഈ സസ്യത്തിൻ്റെ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് ഡോക്ടർ CM ശ്രീകൃഷ്ണൻ വിശദീകരിക്കുന്നതാണ്. ഇപ്പോൾ ഭദ്ര അല്ലെങ്കിൽ ചെറുവിള എന്നതിനെ പറ്റി പറഞ്ഞു. പേര് പറയുമ്പോൾ തന്നെ ഇത് ഭദ്രമായ ഒരു ഔഷധമാണ്, അല്ലെങ്കിൽ ഭദ്രം ഉണ്ടാക്കുന്ന ഒരു ഔഷധമാണ്. പ്രത്യേകിച്ചും ഇതിൻ്റെ ഉപയോഗം ഗർഭിണിയിലാണ്. ഈ ഭദ്രാദി കഷായം ഈ ഗർഭിണികൾക്ക് കൊടുക്കുന്നൊരു ഔഷധമാണ്. അതുപോലെ ഭദ്രതാർവാദി കഷായം ഈ വാദസംബന്ധമായ അസുഖത്തിന് കൊടുക്കാം. ഇതിൽ ഈ ഗർഭാവസ്ഥയിൽ ഒരു 2 മാസം കഴിഞ്ഞാൽ ഈ ചെറുവിള പാൽക്കഷായമായിട്ട് ഈ ഗർഭിണികൾക്ക് കൊടുക്കാം. കുറുന്തോട്ടി കൂടി ചേർക്കും. പിന്നെ ഇതിൻ്റെ ഏറ്റവും നല്ല ഒരു ഉപയോഗം എന്ന് പറയുന്നത് മൂത്രക്കല്ലിലാണ്. ഈ മൂത്രക്കല്ല് അശ്മരി അല്ലെങ്കിൽ സ്റ്റോണൊക്കെ ഉള്ള ആൾക്കാർക്ക് ഈ ചെറുവിള കഷായം വെച്ചിട്ട് ഒരു രാവിലെയും വൈകുന്നേരം ഒരു 50 ml വീതം കഴിച്ചു 2 ആഴ്ച കഴിച്ചാൽ ഈ കല്ലിങ്ങനെ അലിഞ്ഞ് അങ്ങോട്ട് മൂത്രത്തിൽ കൂടെ പോകും. അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 2 ഔഷധങ്ങൾ. പിന്നെ ഈ മൂത്രകൃച്ഛ വികാരങ്ങളിൽ മൂത്രം പോവാതിരിക്കുക, അതിന് 2 ഉപയോഗമുണ്ട്. ഈ അകത്തേക്ക് കൊടുക്കുമ്പോൾ തന്നെ ഈ ചെറുവിള അരച്ച് പേസ്റ്റാക്കിയിട്ട് ഈ നാഭിയുടെ മുകളിൽ പരട്ടി കഴിഞ്ഞാൽ ഈ നാഭി വികസിക്കുകയും ആ കെട്ടിക്കിടക്കുന്ന മൂത്രം പെട്ടെന്ന് പോകുന്നതായിരിക്കും. അതാണ് ഈ എമർജൻസി ആയിട്ട് ചെയ്യുന്നൊരു മൂത്രകൃച്ഛത്തിൽ മൂത്രം പോവാതിരിക്കുമ്പോൾ ചെയ്യുന്ന ഒരു ചികിത്സയാണ് ഈ ചെറുവിള കൊണ്ട് ചെയ്യുന്നത്, ഈ ഭദ്ര എന്ന് പറഞ്ഞ ഔഷധങ്ങളെ കൊണ്ട് ചെയ്യുന്നത്.